കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പള്ളിമൺ നിന്ന് നിസി ബോബനാണ്. സിസ്റ്റർ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് സിസ്റ്ററിന് ബിസിനസ് നടത്തുന്നതിനുള്ള വഴി തുറക്കണം, അതുപോലെ തന്നെ പുറത്തുനിന്ന് ലഭിക്കുവാനുള്ള സാമ്പത്തികം സിസ്റ്ററിന് തിരികെ ലഭിക്കണം. അതുപോലെ തന്നെ ഷീജ എന്നു പേരുള്ള സിസ്റ്ററിനും മകൾക്കും സർജറി കൂടാതെ തന്നെ ശരീരത്തിലായിരിക്കുന്ന പ്രയാസം മാറണം. രണ്ടുപേരും പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരണം. ഭവനത്തിലേക്ക് വണ്ടി കയറി വരുവാൻ തക്കവണ്ണം ഒരു വഴി അവർക്ക് ലഭിക്കുവാനിടയായി തീരണം. അതുപോലെ തന്നെ റോഷ്നി എന്നു പേരുള്ള സിസ്റ്ററിൻ്റെ വസ്തുവിന്മേലായിരിക്കുന്ന ലോൺ തീരണം. 3 മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കണം. ഒരു നിമിഷം ഈ കുടുംബങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് സിസ്റ്ററിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, സിസ്റ്ററേയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിസിനസ് ഉണ്ടായി വരട്ടെ അപ്പാ. സിസ്റ്ററിന് ലഭിക്കേണ്ടുന്ന ആ സാമ്പത്തിക നന്മ സിസ്റ്ററിൻ്റെ കൈകളിൽ വരട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ഷീജസിനെയും മകളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. 2 പേരുടെയും സർജറി മാറിപ്പോട്ടെ അപ്പാ. കർത്താവെ, ഇവർ 2 പേരും സൗഖ്യമാവട്ടെ. ഇവരാഗ്രഹിക്കുന്നത് പോലെ കർത്താവെ, ഭവനത്തിലേക്ക് വണ്ടി വരുവാൻ തക്കോണം ഒരു വഴി ഇവർക്ക് ഉണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായി വരട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, റോഷ്നി സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, സിസ്റ്ററിൻ്റെ വസ്തുവിൻ്റെ മേലുള്ള ആ ലോൺ മാറിപ്പോട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ പ്രവൃത്തി അതിന്മേലുണ്ടാവട്ടെ. 3 മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ജോലി കിട്ടട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഈ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമ്മളിന്ന് കാണാനായി പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങളാണ്. ആദ്യമായിട്ട് മാമൂടിൽ നിന്ന് സോമൻ എന്ന പേരുള്ള ബ്രദറാണ് നമ്മളോട് ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. ബ്രദർ പറയുന്നത് തനിക്ക് 1 വർഷമായിട്ടും കിഡ്നിയിൽ നിന്ന് പഴുപ്പ് വരികയും ആ കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിന്നു പോവുകയും ചെയ്യുന്ന സ്ഥിതിയിലായി. ഡോക്ടേഴ്സ് പറഞ്ഞു 2 ദിവസത്തിൽ കൂടുതൽ താൻ ജീവിച്ചിരിക്കുകയില്ല എന്ന്. എന്നാൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ബ്രദറിനെ സൗഖ്യമാക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുവാനിടയായി തീർന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഈ അച്ഛൻ്റെ പേര് സോമൻ എന്നാണ്. സോമൻ താൻ മാമൂട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഓക്കെ. നമ്മുടെ സീരിയൽ നമ്പർ 21 തിരുവല്ല പബ്ലിക് മീറ്റിംഗിലെ സാക്ഷ്യമാണ്. തനിക്ക് 2 കിഡ്നിയും കഴിഞ്ഞ 1 വർഷമായിട്ട് ഡാമേജ് ആയിരുന്നു. 2 കിഡ്നിയും 1 വർഷമായിട്ട് ഡാമേജ് ആയിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞു. എന്നാൽ ഈ ബ്രദർ പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കിഡ്നി ഡാമേജ് മാറിപ്പോയി. കർത്താവ് പൂർണ്ണമായി ആരോഗ്യം കൊടുക്കുവാനിടയായി. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. കരയാതെ പറയണം. എന്തുവാ സംഭവം എന്ന് പറ. കിഡ്നിയും പോയതാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2 കിഡ്നിയും പോയി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പേടിയാന്ന് പറഞ്ഞു. എന്തുവാ കിഡ്നിയുടെ പ്രശ്നം എന്തുവായിരുന്നു ചേച്ചി പറ. കിഡ്നി പഴുപ്പ് വന്നു. കിഡ്നിക്ക് 2 കിഡ്നിക്കും പഴുപ്പ് വന്നു. പൂർണ്ണമായി നഷ്ടപ്പെട്ടതാണ്. 2 കിഡ്നിയും പൂർണ്ണമായും നിലച്ചുപോയി. അത് വലിയ കാര്യമാണല്ലോ. കർത്താവ് എഴുന്നേറ്റ് നമുക്കൊരു കൈയടി കൊടുക്കാൻ കർത്താവിനെ. അമ്മേ, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് ഇതിനെ ചികിത്സിച്ചത്? കോട്ടയം മെഡിക്കൽ കോളേജിൽ. 2 കിഡ്നിയും പഴുത്തുപോയി. നിങ്ങൾ എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്തേ കർത്താവിനെ. ആമേൻ. കൊച്ചു കാര്യമല്ല. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യത്തില്ല, 2 ദിവസത്തിൽ കൂടുതൽ കിടക്കത്തില്ലെന്ന് പറഞ്ഞു. 2 ദിവസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ല, മരിച്ചു എന്ന് പറഞ്ഞു. വലിയ കാര്യമാണ്. കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്നാൽ പൂർണ്ണമായും കിഡ്നി ഇപ്പൊ നോർമലാണ്. ഒരു പ്രയാസമില്ല. അതിന് വലിയ കാര്യമാണ്. കർത്താവിന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ആമേൻ. അദ്ദേഹത്തിന് 2 പുതിയ കിഡ്നിയെ ദൈവം കൊടുത്തിരിക്കുക. ആമേൻ. യേശു എന്ന് ഉറക്കെ വിളിച്ചേ. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, മിറക്കിൾസ് ആർ നോർമൽ. പറഞ്ഞാട്ടെ, മിറക്കിൾസ് ആർ നോർമൽ. അത്ഭുതങ്ങൾ സാധാരണമാണ്. പറ, വി ആർ ഇൻ ദ കിങ്ഡം. നമ്മൾ ദൈവരാജ്യത്തിനകത്താണ്. ലവ് യു ജീസസ്. സന്തോഷത്തോട് പോയിട്ട് എന്നാ ചേട്ടൻ വന്ന് പ്രാർത്ഥിച്ചത് ഇവിടെ?
TV പ്രോഗ്രാം കണ്ടിട്ടാണ് വന്ന് പ്രാർത്ഥിച്ചത്. വണ്ടർഫുൾ ചെയ്സ്. കൈകളെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ, സന്തോഷമായിട്ട് പോയാട്ടെ. അടുത്തതായിട്ട് തൂക്കുപാലത്ത് നിന്ന് സൂസമ്മ എന്നു പേരുള്ള സിസ്റ്ററാണ് നമ്മളോട് ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത്. സിസ്റ്റർ പറയുന്നത് 1 വർഷമായിട്ട് തൻ്റെ നട്ടിലിൻ്റെ കണ്ണികൾ അടുക്കുവാൻ തുടങ്ങി. അത് തുടർന്ന് ഞരമ്പുകൾ ബ്ലോക്കായിട്ട് തനിക്ക് കുനിയുവാനോ നിവരുവാനോ ഒരു വെയിറ്റ് എടുക്കുവാനോ ഒന്നും കഴിയാത്ത സ്ഥിതിയിലേക്ക് തൻ്റെ ശരീരമാകുവാനിടയായിത്തീർന്നു. അതേ തുടർന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് 45 ദിവസത്തോളം ബെൽറ്റ് ഇടണമെന്ന്. എന്നാൽ താൻ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ട്രീറ്റ്മെൻറ്റിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിൽ വരുവാനിടയായിത്തീർന്നു. കർത്താവ് പരിപൂർണമായിട്ടും ഈ സിസ്റ്ററെ സൗഖ്യമാക്കി എന്നാണ് സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. അമ്മച്ചിയുടെ പേര് സൂസമ്മ എന്നാണ്. തൂക്കുപാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. തൂക്കുപാലം. ഈ അമ്മച്ചിക്ക് 1 വർഷമായിട്ട് നട്ടെല്ലിന്റെ കണ്ണികൾ അടുത്തുപോയത് മുഖാന്തരം നടക്കാൻ പറ്റത്തില്ല, കുനിയാൻ പറ്റത്തില്ല. അകലുമല്ല, അകലുകയല്ല, അടുത്തുപോയി. അതെന്താ അമ്മ എങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അടുത്ത് പോയിട്ട് ഞരമ്പ് ബ്ലോക്ക് ആയി പോയി. സാധാരണ നട്ടലിനുണ്ടാകുന്ന ആ ഗ്യാപ്പ് ഇല്ലാതെ അടുത്തുപോയി, അതുകൊണ്ട് ഞരമ്പ് ബ്ലോക്കായി. അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്തോ ഒക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. കാല് നോർക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല. സീരിയസ് ആയ കാര്യമാണോ? ആയിരുന്നു. കാല് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എങ്ങനെയാ അമ്മേ? കാല് ഇങ്ങനെ ഇരിക്കുവാണ്, ഇങ്ങനെ നോർക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല. കാലിങ്ങനെ ഇരിക്കത്തുള്ളൂ, അത് നിവരത്തില്ല. ഇല്ല. അപ്പൊ മുടന്തിയപ്പോ നടന്നിരുന്നേ അപ്പോ. അത് വലിയ കാര്യമാണല്ലോ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എത്ര നാൾ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ 1 മാസം മദ്യവേദനയായിട്ടിരുന്നു. അത് കഴിഞ്ഞ് കട്ടപ്പന മിഷൻ ആശുപത്രിയിൽ ചെന്ന് 45 ദിവസം ബെൽറ്റ് ഇട്ട് കിടക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പ്രാർത്ഥന വന്നത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ 2 മാസം തന്നെ യൂണിറ്റിൽ നിന്ന് ലീവ് എടുത്താണ് ഞാൻ ആശുപത്രി പോകാമെന്ന് പറയുന്നത്. എന്തോ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ? ഞാൻ ബേബി ഫുഡ് നിർമ്മാണമാണ്. ആ യൂണിറ്റിന് ചേച്ചിയുടെ സ്വന്തമാണോ? 7 പേര് കൂടിയാണ് ചെയ്യുന്നത്. ആ പ്രവർത്തനത്തിന്റെ നിർമ്മാണത്തിന് 45 ദിവസം മാറി നിന്നിട്ടാണ് വന്നത്. ഓക്കെ, 2 ദിവസം ഹോസ്പിറ്റലിൽ പോയി. 3-ന്റെ അന്നാണ് ഞാൻ ഇവിടെ വരുന്നത്. 4-ന്റെ അന്ന് തന്നെ ജോലിക്ക് പോയി. എനിക്ക് 1 കിലോ വെയിറ്റ് പോലും എടുക്കാൻ പറ്റുന്ന പറഞ്ഞില്ല. ഞാനിപ്പോൾ 50 കിലോ വെയിറ്റ് വരെ ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് എഴുന്നേറ്റൊന്ന് കൈയടിക്കാം, കർത്താവിനെ സ്തുതിക്കാം. ഇവരുടെ കൂടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? ഇതിന്റെ ഹസ്ബൻഡ് ഒന്ന് വന്ന് എൻ്റെ അടുത്തൊന്ന് വരാവോ? 45 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാൻ പോയ ആള് 2-ാം ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നു. യേശു തൊട്ടു. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും കൈ കൊടുത്തു പറഞ്ഞേ, യേശു തൊട്ടാൽ. നിന്റെ മകൾക്ക് സൂപ്പർ നാച്ചുറലായി കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി കർത്താവേ. താങ്ക് യു. ദൈവത്തിനും കർത്താവ് വളരെ ശക്തിയോട് ഉപയോഗിക്കട്ടെ. അനേക കാര്യങ്ങൾ യേശുവിനെ നേടാനായി പ്രയോജനപ്പെടുത്തട്ടെ. ആമേൻ. സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനെ ഓർത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാനിടയായിത്തീരും. നമ്മൾ ഇനി കാണാനായി പോകുന്നത് വൈക്കത്ത് നിന്ന് സനിക എന്ന് പേരുള്ള സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു വലിയ വിടുതലിനെ കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്. സിസ്റ്ററിന് ആത്മഹത്യ ചെയ്യണമെന്ന ഒരു പ്രേരണയുണ്ടായിരുന്നു. നാളുകളായിട്ട് സിസ്റ്റർ ആ വിധത്തിലാണ് ആയിരുന്നത്. സിസ്റ്റർ പറയുന്നത് പല പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചു, എന്നാൽ അതിൽ നിന്നെല്ലാം കർത്താവ് തന്നെ വിടുവിക്കാനിടയായിത്തീർന്നു. വണ്ടി വന്ന് ഇടിക്കുവാൻ റോഡിൻ്റെ നടുവിൽ വരെ നിൽക്കുന്ന ഒരു സാഹചര്യം സിസ്റ്ററിൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ഒരിക്കൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിങ്ങിൽ വരുവാനിടയായി. അതേ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലുണ്ടായി. ഇപ്പോൾ ആ പ്രേരണയിൽ നിന്നും തനിക്ക് പുറത്തു വരാൻ സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി ആക്റ്റീവായെന്നാണ് സിസ്റ്റർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം വന്ന് കാണാം. ബ്രദറെ, മോളുടെ പേര് സനിക. വൈക്കത്തു നിന്ന് കടന്നു വരുന്നു. മോൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് കഴിഞ്ഞ 1 വർഷമായിട്ട് മോളുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയും ആത്മഹത്യ ചെയ്യുക. ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആള്. ആത്മഹത്യ ചെയ്യുക എന്നുള്ളതൊരു ഹോബിയാണ്. യെസ്. പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ അന്നേരം പുള്ളി ഇറങ്ങി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങും. ഇങ്ങനെ കഴിഞ്ഞു പോകും. എത്ര നാളായിട്ട് മോടെ അകത്ത് ആ തോന്നലുണ്ട്, ആത്മഹത്യ ചെയ്യണമെന്നുള്ള തോന്നല് എത്ര നാളായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? 1 വർഷമായിട്ട് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. 1 വർഷമായിട്ട് മോടെ അകത്ത് തോന്നുന്നത് എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള തോന്നലാണ്. അത് ചെയ്യാനായിട്ട് ഞാൻ 3 തവണ ശ്രമിച്ചിട്ടുണ്ട്. 3 തവണ ശ്രമിച്ചിട്ടുണ്ട് ഈ 1 വർഷത്തിന്റെ ഇടയിൽ. ഈ മോടെ അപ്പനും അമ്മയും ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഹോസ്റ്റലിൽ ഇരിക്കുകയാണ് മോൾ. ഓക്കെ, പറഞ്ഞോളൂ. മോള് ഹോസ്റ്റലിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിലുള്ള ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഓക്കെ.
ഇവിടെ മീറ്റിംഗ് നടക്കുന്ന കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇവിടെയോട്ട് കടന്നു വരാൻ യാതൊരു രീതിയിലും പുള്ളി ഒരുങ്ങത്തില്ല. ആര് പറഞ്ഞാലും വരത്തില്ല. ഒരു മാസം മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് അമ്മയുടെ പ്രേരണ മൂലം അമ്മയുടെ കൂടെ ഇവിടെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. അന്ന് പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ജോൺ ബ്രദർ പറഞ്ഞു അഞ്ചലിലേക്ക് ഡെലിവറൻസ് മീറ്റിന് കടന്നു വരാൻ പറഞ്ഞു. മെയ് മാസത്തിലെ മീറ്റിങ്ങിൽ കടന്നുപോയി. ആ മീറ്റിംഗ് നടക്കുന്ന ഫസ്റ്റ് ഡേയിൽ ഇടയിൽ ഇറങ്ങിപ്പോയിട്ട് റോഡിന്റെ നടുക്ക് പോയി നിന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് അഞ്ചലിൽ നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇദ്ദേഹം അവിടുന്ന് ഇറങ്ങി റോഡിൽ പോയി നിന്നു ആത്മഹത്യ ചെയ്യാനായിട്ട്. അവിടുന്ന് പിടിച്ചു വലിച്ച് കയറ്റിക്കൊണ്ട് വന്ന് പിറ്റേ ദിവസം പ്രയർ നടക്കുന്ന കൂടെ ബ്രദർ ഇറങ്ങി വന്ന വഴിക്ക് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മോള് പറയുന്നത് ഞാൻ അന്ന് ആ സമയത്ത് അവിടെ ആ ക്ഷണം അവിടെ വീണുപോയി. പിന്നെ അവിടുന്ന് എണീറ്റ് പിന്നെ ഇന്ന് വരെ എനിക്ക് ഒരു രീതിയിലും ഒരു ആത്മഹത്യാ പ്രേരണ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞാൻ പൂർണ്ണ വിടുതൽ പ്രാവശ്യം എന്നാണ് പറയുന്നത്. മോളെ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ മോള് 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഈ ഒരു വർഷത്തിനിടയിൽ മോളുടെ അകത്ത് എപ്പോഴും ഭയവും പേടിയും ഒക്കെ ആയിരുന്നോ? അതെ, ഞാനിപ്പോൾ ഇവിടെ BCM പഠിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകുന്ന വഴി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് എന്നെ പോകുന്ന വഴി പ്രാർത്ഥന മറ്റൊന്നും അല്ല, ഒരു വണ്ടി വന്ന് എന്നെ ഇടിക്കണം, ഞാൻ ചത്തുപോകണം, അതാണ് പ്രാർത്ഥന. എനിക്ക് വീട്ടിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. മോള് കഴിച്ചാൽ വീട്ടിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണ് മോളുടെ അകത്തെ ചിന്ത. മോൾ ഈ അഞ്ചലിലെ ഡെലിവറൻസ് മീറ്റിംഗ് വന്നു പങ്കെടുത്തു. അത് കഴിഞ്ഞിടം തൊട്ട് മോക്ക് എന്താ മോളുടെ അകത്ത് അനുഭവപ്പെടുന്ന ഫീലിംഗ്? എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. മോള് പറയുന്നത് കേട്ടോ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഒന്ന് കരങ്ങൾ അടിച്ച് എൻ്റെ കർത്താവിനെ സ്തുതിക്കാം. ഉറക്കെ ഹല്ലേലൂയ പറ. മോൾ അഞ്ജലി വന്നിട്ട് ഏകദേശം 1 മാസത്തോളമായി. മെയിലാണ് വന്നത്. ഇത്രയും മാസത്തിൽ പിന്നെ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടേ ഇല്ല. ഒന്ന് കരങ്ങളെ അടിച്ച് എൻ്റെ കർത്താവിനെ സ്തുതിച്ച്. ക്ലാസ്സിലൊക്കെ ഇപ്പം നല്ല ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ആദ്യം എനിക്ക് സാറ് പറയും ഭയങ്കര ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടിരിക്കുന്ന എന്താ പ്രശ്നം എന്നൊക്കെ. പിന്നെ എനിക്ക് മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയത്തില്ല. അപ്പോൾ ഇപ്പം സാറ് അമ്മേനോട് പറയുന്നത് അവൾ ഫുൾ അറ്റൻറ്റീവാ ക്ലാസ്സിൽ നിന്ന്. ഇത് കർത്താവല്ലേ ചെയ്തത്? ഒന്ന് കരങ്ങളെ അടിച്ചെന്റെ കർത്താവിനെ. തന്നെയുമല്ല ബ്രദറെ, ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഗ്രാം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ മീറ്റിങ്ങിനും വരുന്നുണ്ട്. ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ വരത്തില്ലായിരുന്നു ഇവിടേക്ക്. അപ്പോൾ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ എന്ത് വന്നാലും ഇവിടുന്ന് സൗണ്ട് കേൾക്കാത്തതാ. അപ്പം ഞാൻ ഒരു സ്റ്റെയറിൻ്റെ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ ഇവിടുന്ന് പ്രേയറിൻ്റെ സൗണ്ട് കേട്ടു. അങ്ങനെ അന്ന് എനിക്ക് അപ്പം പനോന്ന് തോന്നി. അതൊരു 11:30 പെട്ടെന്ന് തന്നെ വന്നു. പിന്നെ ഇതുവരെ മുടക്കിയിട്ടില്ല. കരങ്ങളെ അടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ച്. ഈ മോടെ അകത്ത് മരിക്കണമെന്നുള്ള ആത്മഹത്യ ചെയ്യണം. മോള് പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നിയത്, മോള് യാത്രകൾ ചെയ്യുമ്പോൾ അവിടെ അകത്ത് ഒരേ ഒരു പ്രാർത്ഥന, ഏതെങ്കിലും ഒരു വണ്ടി വന്ന് എന്നെ ഇടിക്കണം, ഞാൻ മരിച്ചു പോകണം. എന്നാൽ നമ്മുടെ അഞ്ചലിലെ ഡെലിവറൻസ് മീറ്റിങ്ങിൽ പങ്കെടുത്തു. ജോൺ ബർ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മോള് നമ്മുടെ മുമ്പിൽ, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഈ മോള് സാക്ഷീകരിക്കുകയാണ്, എനിക്കിപ്പോൾ അങ്ങനെ മരിക്കണമെന്നൊരു ചിന്ത മാസങ്ങളായിട്ട് എൻ്റെ അകത്തില്ല എന്ന് ഈ മോള് നമ്മളോട് സാക്ഷീകരിക്കുകയാണ്. താങ്ക് യു മോള്. 40 വർഷത്തോളം മദ്യപാനശീലത്തിന് അടിമയായിരുന്ന ഒരു ബ്രദറിനെ കർത്താവ് വിടുവിച്ച ഒരു സാക്ഷ്യമാണ് നമ്മളിനി കേൾക്കാനായി പോകുന്നത്. ബ്രദറിൻ്റെ പേര് വിജയൻ എന്നാണ്. അയർക്കുന്നത്ത് നിന്നാണ് ബ്രദർ വരുവാനിടയായത്. ബ്രദർ പറയുന്നത് 40 വർഷത്തോളം താൻ മദ്യപിക്കുമായിരുന്നു. എന്നാൽ 13 വർഷത്തോളം താൻ കഠിനമായ ദുശീലത്തിന് അടിമയായിരുന്നു. മദ്യപിക്കാതെ തനിക്ക് ജീവിക്കാൻ പോലും കഴിയുകയില്ല എന്ന സ്ഥിതിയിലേക്ക് താൻ വരുവാനിടയായി തീർന്നു. എന്നാൽ കോട്ടയത്തെ നമ്മുടെ മീറ്റിങ്ങിൽ വന്നു. അതേ തുടർന്ന് ബ്രദർ അതിൽ നിന്ന് പുറത്തു വന്നു. കർത്താവ് പൂർണ്ണമായിട്ടും തന്നെ അതിൽ നിന്ന് വിടുവിച്ചു എന്നാണ് ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദർ 40 വർഷമായിട്ട് മദ്യപാനത്തിന്റെ അടിമയായിരുന്നു. അതിൽ നിന്നും വിടുതൽ കൊടുത്ത് സാക്ഷ്യവുമായിട്ടാണ് ഈ ബ്രദർ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. കോട്ടയം പബ്ലിക് മീറ്റിംഗ് സീരിയൽ നമ്പർ 12. ഈ അച്ഛൻ്റെ പേര് AC വിജയൻ എന്നാണ്. താൻ വരുന്നത് അയർക്കുന്നം എന്ന സ്ഥലത്തു നിന്നാണ്. താൻ പറയുന്നത് കഴിഞ്ഞ 40 വർഷമായിട്ട് താൻ മദ്യപിക്കുമായിരുന്നു. അപ്പോൾ തന്നെ 13 വർഷമായിട്ട് മദ്യമില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. 13 വർഷമായിട്ട് കഠിന മദ്യപാനമായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ കോട്ടയത്ത് നടന്ന പബ്ലിക് മീറ്റിംഗിൽ കടന്നു വന്നു. ബ്രദർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ മദ്യപിക്കുവാൻ തന്റെ അകത്ത് യാതൊരുവിധ പ്രേരണയും ഇല്ല, ഇതുവരെയും കുടിച്ചിട്ടില്ലെന്നാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. വിജയൻ ബ്രദറെ, എത്ര കൊല്ലമായി കള്ളുപിടിക്കാൻ തുടങ്ങിയിട്ട്?
15 വയസ്സിൽ തുടങ്ങിയതാണ്. എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 57 വയസ്സായി. 40 വർഷത്തിൽ കൂടുതലായി സംഭവം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 13 വർഷമായിട്ട് ഭയങ്കര കുടിയാന്ന് പറഞ്ഞാൽ എന്തുവാ? അത് സ്ഥിരമായിട്ട് കുടിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുടിക്കും? എല്ലാ ദിവസവും. എത്രത്തോളം കുടിക്കും പറയാമോ? ഒരു 200, 250, 300 രൂപ ശരാശരിയൊക്കെ വരും. 300 രൂപയ്ക്ക് എത്ര കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കുപ്പി കിട്ടുമോ 300 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ? ഒരു അരക്കുപ്പി അടിക്കും എല്ലാ ദിവസവും? അരക്കുപ്പിയോളടുത്ത് കുടിക്കും. അത് കൂട്ടുകാരും കൂടെ കൂടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുമായിരിക്കും അല്ലേ? ഓക്കെ, അത് കുടിച്ചു കഴിഞ്ഞാൽ അടിയുണ്ടാക്കുമോ വഴക്കുണ്ടാക്കുമോ എന്തെങ്കിലും ചെയ്യുമോ? വീട്ടിൽ പോയി കിടക്കത്തേ ഉള്ളൂ, വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇപ്പൊ കുടിക്കാൻ തോന്നുന്നില്ലേ ബ്രദറിനെ? കുടിക്കാൻ തോന്നുന്നില്ല. പോറ്റി കൈ കൊണ്ട് തന്നിട്ട് പോലും വേണ്ട. കൈ കൊണ്ട് തന്നിട്ട് പോലും വേണ്ട. ഒന്ന് ചുണയായിട്ട് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അത് ദൈവം കൊടുത്ത ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് വയറിന് വേദനയുണ്ടായിരുന്നു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിത്തസഞ്ചിയിൽ നീരാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ അഞ്ജലി വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ നാളുകളായിട്ടുണ്ടായിരുന്ന വയറുവേദന കർത്താവ് സൗഖ്യമാക്കിയെന്നാണ് താൻ വയറുവേദന മാറിപ്പോയി. വയറുവേദന മാറിപ്പോയി. സന്തോഷമായിട്ട്. തൃശ്ശൂരിൽ നിന്ന് ശാന്ത എന്നു പേരുള്ള സിസ്റ്റർ തൻ്റെ മകന് ലഭിച്ച ഒരു അത്ഭുത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ മകന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതേ തുടർന്ന് തലയിൽ ബ്ലഡ് ക്ലോട്ടായി. അത് നീക്കം ചെയ്യേണ്ടതിന് ഡോക്ടേഴ്സ് ഓപ്പറേഷന് വേണ്ട പണം കെട്ടിവെക്കുവാൻ പറഞ്ഞു. എന്നാൽ തൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലാത്തതിനെ തുടർന്ന് സിസ്റ്റർ ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നു. സിസ്റ്റർ നമ്മുടെ മീറ്റിങ്ങിന് വന്നു. എന്നാൽ കർത്താവ് ആ മകനെ പരിപൂർണമായിട്ടും സൗഖ്യമാക്കുവാനിടയായി തീർന്നു. സിസ്റ്റർ പറയുന്നത് മകൻ്റെ മൂക്കിൽ കൂടി ആ ബ്ലഡ് പുറത്തു പോകുവാനും മകൻ ഓപ്പറേഷൻ കൂടാതെ തന്നെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരുവാനും ഇടയായി തീർന്നു എന്നാണ് സിസ്റ്റർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ശാന്ത എന്നാണ് ഈ അമ്മയുടെ പേര്. താനും തൃശ്ശൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. താൻ 1 വർഷമായിട്ട് നമ്മുടെ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു. തൻ്റെ മോന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. യാതൊരുവിധ അതിന് സാധ്യതയില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ അമ്മ ഇവിടെ 1 വർഷമായിട്ട് മീറ്റിങ്ങിന് വരുന്ന ആ ധൈര്യത്തിൽ അമ്മ പ്രാർത്ഥിച്ച ഉടനെ തന്നെ തലയിൽ ബ്ലഡ് കോട്ടിംഗ് ആയിരുന്നു. അതിൽ നിന്ന് ബ്ലഡ് മൂക്കിൽ കൂടെ പുറത്തേക്ക് വരുവാനിടയായി. ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട, ഒരു കുഴപ്പവുമില്ല. ഈ ആന്റി പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടിയപ്പോൾ കിട്ടിയ ധൈര്യത്തിന്റെ ബലത്തിനാണ് ഈ ആന്റി പ്രാർത്ഥിച്ചത്. കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യം കൊടുക്കുവാനിടയായി. എന്താ അമ്മയുടെ മോനെ സംഭവിച്ചേ? കട്ടറിൽ ചാടി ആള് മതിലുമ ചെന്ന് ഇടിച്ചു വീണു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ കെട്ടി വെച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ 1 ലക്ഷം രൂപയും കൊണ്ട് നിങ്ങൾ വേഗം വരണം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, തിരിച്ചും കൂടി കൊണ്ടുപോരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ദേഷ്യത്തിലൊക്കെ വലിച്ചേർന്നു. ഇനി നിങ്ങളിത് ഏത് ഹോസ്പിറ്റലായാലും ഈ കുട്ടി അവിടെ എത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മോന് രക്ഷപ്പെടുന്നു. ഞങ്ങൾ അപ്പോൾ അടുത്തുള്ളൊരു ചേട്ടൻ വന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ മുളന്താവിലെത്തി. അവിടെ ചെന്ന് ഒരു 5 ഡോക്ടർമാർ വന്ന് പരിശോധിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ വിഷമിക്കാണ്ടിരിക്കുക, ഇനി 6 മണിക്കൂർ കഴിയാണ്ട് ഇവന് സ്കാൻ ചെയ്യാൻ പറ്റില്ല, സ്കാൻ ചെയ്ത് നോക്കട്ടെ ഞങ്ങളെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് അതിനായിട്ട് അതിൻ്റെ ഉള്ളിയെ കൊണ്ടുപോയപ്പോൾ ആ തലയിൽ ഇവിടെ മുഴുവൻ പരന്നതായിരുന്നു ബ്ലഡ്. പക്ഷെ അത് ചെവിയിൽ കൂടെ വരികയാണെങ്കിൽ ഇവൻ മരിക്കും. പക്ഷേ ഈശോയുടെ ശക്തി കൊണ്ട് അത് മൂക്കിൽ കൂടി വരികയും ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർ വന്ന് പറയുകയും ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് പുറത്തിരുന്ന് ഈശോയോട് കൈ അടിച്ച് കർത്താവിനെ സന്തോഷമല്ലേ? സന്തോഷമായിട്ട്. അപ്പോൾ തന്നെ ഈ ആൻറ്റിക്ക് ഒരു വ്യക്തിപരമായ ഒരു സാക്ഷ്യം പറയാനുണ്ട്. തനിക്ക് 1 വർഷം മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ 15 ദിവസം ഞാൻ ഒരു കുഴഞ്ഞ് വീണു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അറ്റാക്ക് 15 ദിവസം അവിടെ കിടന്ന് ഒരു 12,000 രൂപയുടെ ഇഞ്ചക്ഷൻ അടിച്ചവർ. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 10-20,000 രൂപയുടെ ഒരു ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഇനി ആൻജിയോഗ്രാം ചെയ്തിട്ട് അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അത് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പിന്നെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തി. പിറ്റേ ദിവസം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഓപ്പറേഷൻ കൂടാണ്ട് സുഖപ്പെടുത്തി തരണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടിക്കോളാം, സാക്ഷ്യം പറഞ്ഞോളാന്ന് പ്രാർത്ഥിച്ചു. ആൻജിയോഗ്രാം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആന്റി വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് ഹാർട്ട് ബ്ലോക്കിൽ നിന്നും സൗഖ്യമാക്കുവാനിടയാണ്. ആൻജിയോഗ്രാം ചെയ്യണ്ട, അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അമ്മ 3 മാസം ഇനി ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചിന്തിക്കാവുന്ന. പക്ഷെ ഞാനിപ്പോൾ ഒരു മരുന്നും കഴിക്കാറില്ല, ചെക്കപ്പിനും പോകണില്ല.
സന്തോഷമായിട്ട് പോയാട്ടെ. ശാന്ത എന്നാണ് ഈ അമ്മയുടെ പേര്. താനും തൃശ്ശൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. താൻ 1 വർഷമായിട്ട് നമ്മുടെ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാറുണ്ടായിരുന്നു. തൻ്റെ മോന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം. യാതൊരുവിധ അതിന് മറ്റേ സാധ്യതയില്ല. ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഈ അമ്മ ഇവിടെ 1 വർഷമായിട്ട് മീറ്റിങ്ങിന് വരുന്ന ആ ധൈര്യത്തിൽ അമ്മ പ്രാർത്ഥിച്ച ഉടനെ തന്നെ തലയിൽ ബ്ലഡ് കോട്ടിംഗ് ആയിരുന്നു. അതിൽ നിന്ന് ബ്ലഡ് മൂക്കിൽ കൂടെ പുറത്തേക്ക് വരുവാനിടയായി. ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട, ഒരു കുഴപ്പവുമില്ല. ഈ ആന്റി പറയുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥന കൂടിയപ്പോൾ കിട്ടിയ ധൈര്യത്തിന്റെ ബലത്തിനാണ് ഈ ആന്റി പ്രാർത്ഥിച്ചത്. കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യം കൊടുക്കുവാനിടയായി. എന്താ അമ്മയുടെ മോനെ സംഭവിച്ചേ? കട്ടറിൽ ചാടി ആള് മതിലിമ ചെന്ന് ഇടിച്ചു വീണു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അപ്പം തന്നെ കൊണ്ടുപോയി. അപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ കെട്ടി വെച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്നിട്ട് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ 1 ലക്ഷം രൂപയും കൊണ്ട് നിങ്ങൾ വേഗം വരണം. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, തിരിച്ചും കൂടി കൊണ്ടുപോരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ദേഷ്യത്തിലൊക്കെ വലിച്ചേർന്നു. ഇനി നിങ്ങളിത് ഏത് ഹോസ്പിറ്റലായാലും ഈ കുട്ടി അവിടെ എത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ മോന് രക്ഷപ്പെടുന്നു. ഞങ്ങൾ അപ്പം അടുത്തുള്ളൊരു ചേട്ടൻ വന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ മുളന്താവിലെത്തി. അവിടെ ചെന്ന് ഒരു 5 ഡോക്ടർമാർ വന്ന് പരിശോധിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ വിഷമിക്കാണ്ടിരിക്കുക, ഇനി 6 മണിക്കൂർ കഴിയാണ്ട് ഇവന് സ്കാൻ ചെയ്യാൻ പറ്റില്ല, സ്കാൻ ചെയ്ത് നോക്കട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് അതിനായിട്ട് അതിൻ്റെ ഉള്ളിയെ കൊണ്ടുപോയപ്പോൾ ആ തലയിൽ ഇവിടെ മുഴുവൻ പരന്നതായിരുന്നു ബ്ലഡ്. പക്ഷെ അത് ചെവിയിൽ കൂടെ വരികയാണെങ്കിൽ ഇവൻ മരിക്കും. പക്ഷേ ഈശോയുടെ ശക്തി കൊണ്ട് അത് മൂക്കിൽ കൂടി വരികയും ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർ വന്ന് പറയുകയും ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് പുറത്തിരുന്ന് ഈശോയോട് കൈയടിച്ച് കർത്താവിനെ സന്തോഷമല്ലേ, സന്തോഷമായിട്ട് പോയാട്ടെ. അപ്പോൾ തന്നെ ഈ ആൻറ്റിക്ക് ഒരു വ്യക്തിപരമായ ഒരു സാക്ഷ്യം പറയാനുണ്ട്. തനിക്ക് 1 വർഷം മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇവിടെ 15 ദിവസം ഞാൻ ഒരു കുഴഞ്ഞ് വീണു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അറ്റാക്ക് 15 ദിവസം അവിടെ കിടന്ന് ഒരു 12,000 രൂപയുടെ ഇഞ്ചക്ഷൻ അടിച്ചവർ. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 10-20,000 രൂപയുടെ ഒരു ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ഇനി ആൻജിയോഗ്രാം ചെയ്തിട്ട് അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അത് ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് പിന്നെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തി. പിറ്റേ ദിവസം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ഓപ്പറേഷൻ കൂടാണ്ട് സുഖപ്പെടുത്തി തരണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ധ്യാനത്തിൽ കൂടിക്കോളാം, സാക്ഷ്യം പറഞ്ഞോളാന്ന് പ്രാർത്ഥിച്ചു. ആൻജിയോഗ്രാം ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആന്റി വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് ഹാർട്ട് ബ്ലോക്കിൽ നിന്നും സൗഖ്യമാക്കുവാനിടയാണ്. ആൻജിയോഗ്രാം ചെയ്യണ്ട, അമ്മയ്ക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അമ്മ 3 മാസം ഇനി ചെക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഒരു മരുന്നും കഴിക്കാറില്ല, ചെക്കപ്പിനും പോകണില്ല. സന്തോഷമായിട്ട് പോയാട്ടെ. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങൾക്കായി, അത്ഭുത വിടുതലുകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നപ്പാ. കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അവിടുത്തെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്ന കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അപ്പാ അവിടുത്തെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീരട്ടെ. അവരുടെ ജീവിതത്തിലായിരിക്കുന്ന സാഹചര്യത്തെ കർത്താവെ ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ, വിശ്വാസത്തോടെ മുന്നേറുവാൻ തക്കോണം കർത്താവെ അവിടുത്തെ പ്രവൃത്തി കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ രോഗികളായിരിക്കുന്നവരെ, ദുശ്ശീലത്തിന് അടിമയായിരിക്കുന്നവരെ, തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്ന് പ്രയാസത്തോടെ ആയിരിക്കുന്നവരെ ഒക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ വഴി അവർക്ക് മുമ്പിൽ തെളിഞ്ഞു വരട്ടെ അപ്പാ. ദൈവസ്നേഹത്താലും ദൈവവചനത്താലും നടത്തപ്പെടുവാൻ ഇടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ ലോക ജീവിതത്തിൽ നിന്നും കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വരുവാൻ തക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആന്തരിക അവയവങ്ങൾക്ക് പ്രയാസമുണ്ടായിട്ട് ജീവൻ നഷ്ടപ്പെടുമോ എന്ന വേദനയോടെ ആയിരിക്കുന്ന വ്യക്തികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. കർത്താവെ സൗഖ്യമാക്കുന്ന അവിടുത്തെ ശക്തി, കർത്താവെ സകലത്തിനും മീതെ ആയിരിക്കുന്ന അവിടുത്തെ ശക്തി കർത്താവെ വ്യക്തികളിൽ മേൽ വ്യാപരിക്കട്ടെ അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നാളുകളായിട്ട് വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വസ്തു കർത്താവെ ഇതുവരെയും അതിന്മേലൊരു നീക്കുപോക്കുണ്ടായിട്ടില്ല എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന കർത്താവെ ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.
കർത്താവെ അവിടുത്തെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അപ്പാ. ദൈവിക നന്മ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, വാഹനം ഓടിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അത് എവിടെയെങ്കിലും തട്ടുവാനിടയായി തീരും. അങ്ങനെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ ഇരുട്ടിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.